ഹലോ ഫ്രണ്ട്സ്, മടവൂർ മുമ്പിൽ വരാനിരിക്കുന്ന ഒരു വിശേഷങ്ങളിലേക്ക് ഇവർ സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടെ ഓർമ്മിച്ചുകൊണ്ട് വീട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ വൈജിയും കൂട്ടരും എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുവാണ്. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീയും കൂടെ ഇരുന്നാൽ മാത്രമേ ഈ പന്തിക്കൊരു പ്രൗഢി ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് പറയാം, അച്ഛൻ ഞാൻ പിന്നെ ഇരുന്നോളെന്ന് പറയാം. മോളെ നീ ഇരിക്കും, ഞാനാ പറയുന്നത് ഇരിക്കാൻ പറയുമ്പോഴത്തേക്ക് അവൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരാൾ ഇരിക്കുമ്പോഴത്തേക്ക് അടുത്ത ആൾ പൊങ്ങും. ആര്? നമ്മുടെ വൈജ അവിടെ പൊങ്ങുവാണ്. വൈജ പൊങ്ങി ഞാൻ ഇരിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അവിടെ കൃഷ്ണമോൾ പറയും, അമ്മ എന്താ കാണിക്കുന്നത്? അമ്മ ഇവിടെ ഫുഡ് കഴിച്ച് അമ്മയ്ക്കും കൂടി ചേർന്നല്ലേ ഫുഡുള്ള വിളമ്പി വെച്ചേക്കുന്നത്. അമ്മ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്, ഞങ്ങളോട് പറഞ്ഞേക്കുന്നത് ഫുഡ് വേസ്റ്റ് ആക്കരുത് എന്ന് പറഞ്ഞേക്കുന്നത്. ഇപ്പം അമ്മ ഈ ഫുഡെല്ലാം വേസ്റ്റ് ആക്കാൻ അമ്മയുടെ ഫുഡ് ബാലൻസ് ആരെ കഴിക്കാനിരിക്കുന്നു ചോദിക്കുക. മാത്രമല്ല ഈ 2 ദിവസമായിട്ട് രോഹിതായിട്ട് ഈ ഫുഡെല്ലാം ഇവിടെ വലിച്ചെറിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളൊക്കെ വീട്ടിലുണ്ടാകത്തില്ലേ, ഇതെന്താ കാണിക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഫുഡിന് മുമ്പേ ഇരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ കുറച്ച് പേർക്ക് സന്തോഷമാണെങ്കിലും കുറച്ച് പേർക്ക് ദുഃഖമാണ്. ചിലവർക്ക് അതായത് അലീനയ്ക്ക് എല്ലാവരും കൂടെ ഇന്ന് കഴിക്കുന്ന സന്തോഷം. അപ്പം വൈജയ്ക്കാണ് അങ്ങനെ ഇല്ലതാണ്. പക്ഷെ എന്നാലും ഒരുമിച്ചിരുന്ന ഒരു ഫാമിലി, നമ്മൾ പ്രേക്ഷകർ നോക്കുമ്പോഴത്തേക്കും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു പ്രതീതി എല്ലാവർക്കും കാണാൻ പറ്റും. അങ്ങനെ ഒരുമിച്ച് ഇരുന്ന് കഴിക്കുന്നൊരു സീനാണ് നമ്മളോട് കാണുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഫുഡെല്ലാം കഴിച്ച് പാത്രമൊക്കെ എടുത്ത് അലീന കൊണ്ട് കഴുകി വെക്കാൻ പോവാണ്. പാത്രമെല്ലാം കഴുകി വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വൈജ അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കുക, നിൻ്റെ എന്താണ് ഉദ്ദേശം? നിനക്ക് ഇവിടെ പോകാനുള്ള ഉദ്ദേശം ഇല്ലെന്ന് ചോദിക്കുക. എന്ന് ഞാൻ പറഞ്ഞത്, മാഡം ഞാൻ എന്തിനാണ് പോകുന്നത് മാഡം? ഞാനിവിടെ ഇവിടെ ഒരു ജോലിക്കാരിയല്ലേ, അപ്പം ഞാനിവിടെ പോകേണ്ട ആവശ്യമുണ്ടോ? എനിക്കിവിടെ മാസം 15,000 രൂപ വെച്ച് ശമ്പളം തരുന്നുണ്ട്. അപ്പം അത് മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിനക്ക് പോകാൻ ഉദ്ദേശമില്ലേ? നീ ഇപ്പം നിൻ്റെ വിചാരം എന്താ പറയുക? ഞാൻ പോയ സമയത്ത് ഞാൻ അങ്ങ് പോയി ആക്സിഡൻ്റ് ഉണ്ടായി ചത്ത് കളയുന്നോ, അല്ലെങ്കിൽ അതുവഴി പോകുന്നോ, അല്ലെങ്കിൽ വേറെ വീട്ടിൽ താമസിക്കുന്നതാണ് നിൻ്റെ വിചാരം എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. മാഡത്തിന് അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടാകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ മരിച്ചു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. പിന്നെ എന്താണ് നീ വിചാരിച്ച്? ഒന്നാതെ നീ കാരണം കൊണ്ട് എൻ്റെ ഫാമിലിയിലെ എൻ്റെ ഭർത്താവിനെ നീ തട്ടിയെടുത്തു, എൻ്റെ മക്കളെ നീ ഓരോരുത്തരായിട്ട് എന്നെ പറിച്ചുകൊണ്ടിരിക്കുക. നീ ഇപ്പം എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ചേരുന്ന പരിപാടിയാണത്. അതുകൊണ്ട് ഇനി ഇത് ആവർത്തിച്ചേക്കരുത്. ഇനി ആവർത്തിച്ചേക്കരുതെന്നല്ല, നീ ഇവിടെ മാക്സിമം നീ ഇവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പറയാം, മേഡം ഈ വീട് വിട്ട് പോകരുത്. കാരണം ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ മേഡം ഉള്ളത് കൊണ്ട് തന്നെയാണ്. എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം എന്നുള്ള രീതി മാത്രമാണ്. ഉടനെ വൈജി പറയുവാണ്, നീ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യത്തില്ല. ഞാൻ മാക്സിമം 4 ദിവസത്തിനുള്ളിൽ ഞാൻ ഇതിനകത്ത് ഇറങ്ങുമെന്ന് പറയുമ്പോഴത്തേക്ക് മേഡം പോകരുത്, ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ഇവിടുന്ന് പൊക്കോളാം. മേഡം അത് കഴിയുമ്പോഴത്തേക്ക് എന്ത് വേണം മേഡത്തിന് തീരുമാനിക്കാം. ഞാൻ പോയി കഴിഞ്ഞിട്ട് മേഡം പോവോ വേണ്ടയോ എന്നൊക്കെ മേഡം തീരുമാനിച്ചാൽ മതി, ഇപ്പോൾ പോകരുത് എന്ന് പറഞ്ഞാൽ. നീ എന്തിനാണ് എന്നെ ഉപദേശിക്കുന്ന കാര്യം? നീ എന്തിനാണ് ഞാൻ പോകണ്ടെന്ന് പറഞ്ഞ് നീ ആരാടി? കാരണം ഞാൻ കണ്ട പിഴച്ച പറ്റ പെമ്പിള്ളാരെല്ലാം പിഴച്ചു പറ്റ സ്ത്രീക്കുണ്ടായ നിന്നെ പോലുള്ള അവളൊക്കെ പറയുന്നത് ഞാൻ കേൾക്കണോ എന്ന് ചോദിക്കുമ്പോഴത്തേന്, മാഡം പിഴച്ചു പറ്റ പെണ്ണാണെന്ന് മാഡം പറയുന്നുണ്ടല്ലോ, അതായത് കല്യാണത്തിന് മുമ്പ് പിഴച്ചു വയ്ക്കുന്ന സ്ത്രീകളെല്ലാം വൃത്തികെട്ട അവൾമാരാണോ? അവൾമാർക്ക് അബദ്ധം പറ്റിയതായിരിക്കില്ലേ? മാം ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. മാമിനൊരു ആത്മപരിശോധന നടത്തുവാണ്, മാമിന് മനസ്സിലാകും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പം ഞാനങ്ങനെയുള്ള പെണ്ണല്ല, ഞാനങ്ങനെ ഒരു തള്ളയ്ക്ക് ഉണ്ടായതുമല്ല എന്ന് പറയുമോ. പിന്നെ അങ്ങനെയുള്ള തള്ളയ്ക്കാണെന്ന് പറയുമ്പോഴത്തേക്ക് അതൊക്കെ വഴിയെ മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെക്കണം. അത് കഴിഞ്ഞ് തന്നെ അലീന പിന്നെ പറയുന്നുണ്ട്, മാഡം ഒരാഴ്ചക്കുള്ളിൽ മാഡത്തിന് എന്നെ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒന്ന് സംസാര രീതി ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം, ഇല്ലാന്നുണ്ടെങ്കിൽ മാഡത്തിൻ്റെ രീതിയിൽ തീരുമാനമെടുക്കാം, എന്നാ വേണമെങ്കിലും കാണിക്കുക എന്നുള്ള രീതി പറഞ്ഞു. അത് കഴിഞ്ഞ് അങ്ങനെ അലീന ചിരിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ അതായത് പഴച്ചുപറ്റ സ്ത്രീകളെല്ലാം വൃത്തികെട്ട ആളാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എന്താ ഒരു ആത്മപരിശോധന നടത്തുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ പറഞ്ഞിട്ടാണ് ലാസ്റ്റ് പോകുന്ന സീൻ കാണുമ്പോഴത്തേക്ക് അലീന ചിരിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം വൈജിക്കൊരു കുറ്റബോധം, ഇതെന്നെ സംഭവം ഇങ്ങനെ ഒരു ആക്കിയ രീതിയിലാണ് സംസാരിച്ചിട്ട് പോകുന്നത് എന്നുള്ളത്. അങ്ങനെ അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് വൈജിക്ക് ടെൻഷനായി. അത് തൻ്റെതായിട്ട് ജീവിതത്തിൽ നടന്നിട്ടുള്ള ആ പ്രശ്നം ഇവിടെ അറിഞ്ഞിട്ടുണ്ടല്ലോ, എന്തോ സംഭവം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പം പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ടെൻഷൻ അവിടെ നടന്നിട്ട് അമ്മേനെ ഫോൺ വിളിക്കും. അമ്മേ ഇങ്ങനെ അലീന ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് കല്യാണത്തിന് മുമ്പ് പിഴച്ചു പറ്റിയ പെമ്പിള്ളേരെ കുറിച്ച് മാഡത്തിന് അറിയാമല്ലോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അമ്മ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മ എൻ്റെ ആ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉടനെ അമ്മ ഇങ്ങനെ ചിന്തിക്കുക, ആ കാര്യം അറിയാവുന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രനാണ്. ബാലചന്ദ്രൻ പറയാൻ ചാൻസ് ഉണ്ടോ?
ഉടനെ എന്നിട്ട് അമ്മ പറയും അതെനിക്കറിയത്തില്ല മോളെ, മിക്കവാറും നിൻ്റെ അച്ഛനെ വല്ലതും പറഞ്ഞു കാണുമെന്ന് അറിയത്തില്ലെന്ന്. അച്ഛൻ പറയാൻ ചാൻസ് ഇല്ല. പിന്നത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ആങ്ങളമാരായിരിക്കും, അവന്മാർ വരും പറഞ്ഞു കാണും, അവർ പറയാൻ ചാൻസ് ഉള്ളതെന്ന് പറയുമ്പോൾ എന്തായാലും നീ അവിടെ നിൽക്കി, കുഴപ്പമൊന്നുമില്ല, എത്ര ദിവസം എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അമ്മ ഞാനിവിടെ ഒത്തിരി ഇതാണെന്ന് നിൽക്കത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ രോഹിക്ക് ഇപ്പം മാനസികമായിട്ട് പ്രശ്നമുള്ളതുകൊണ്ട് അവനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ച് അവനെ അസുഖമൊക്കെ ഭേദമാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ ഞാൻ ഇവിടുന്ന് പോകാനുള്ള ഉദ്ദേശമുള്ളൂ. മാത്രമല്ല അത് ഭേദമായി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. അത്ര കൂടുതൽ താമസം ഉണ്ടെന്നില്ല. ഞാൻ എൻ്റെ പിള്ളേരെ വിളിച്ചുകൊണ്ട് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. മോളെ അലീന പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? അലീന പോകുന്നില്ല പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ പോകുന്നില്ല, നീ ഇപ്പം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവൾ പോകുമില്ലെന്ന് അറിയത്തില്ല. അമ്മ അവൾ പോകാൻ ചാൻസ് ഇല്ല. ഉടുമ്പ് പിടിച്ചതുപോലെയൊക്കെ തന്നെയാണ് ഈ വീടിനെ പിടിച്ചു വെച്ചേക്കുന്നത് അവൾ. അതുകൊണ്ട് അവൾ പോകത്തില്ല. എത്രയും പെട്ടെന്ന് അവിടുന്ന് ഞാൻ ഇറങ്ങിയാൽ മാത്രമേ ശരിയാകത്തുള്ളൂ എന്ന് പറയാം. ഉടനെ മോളെ നീ നോക്കി കണ്ട് ബാലചന്ദ്രനോട് വീട്ടുകാരോട് എല്ലാവരും സംസാരിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ട് നീ ഇറങ്ങാവുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുമില്ല, ഐഡിയ ഒന്നും കിട്ടണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ എന്നാ ചെയ്യാൻ, ഞാൻ മാക്സിമം എൻ്റെ കെട്ടിയവനെയും പിള്ളേരെയും എല്ലാം അവളിങ്ങനെ കീഴ്പ്പെടുത്തി വെച്ചേക്കുന്നു. ഈ വീടെന്ന് പറയുമ്പോഴത്തേക്ക് അത്രമാത്രം സ്വത്തുണ്ട് കാര്യങ്ങളുണ്ടെന്നെല്ലാം കണ്ടേക്കുമല്ലേ. അപ്പോൾ ആ പെണ്ണ്, ആ ചെറുപ്പക്കാരി പെണ്ണ് അവൾ വിടുമോ? അവൾ അങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നില്ലേ. ഇനിയിപ്പോൾ ഞാനൊന്നും നോക്കാമെന്നില്ല. എനിക്ക് എൻ്റെ നാട്ടിലുള്ള ഫാമിലി ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ പിള്ളേരെ വളർത്തണം. കെട്ടിയവനെ പോയി എൻ്റെ പിള്ളേരെ വളർത്തണം. അതുകൊണ്ട് ഞാൻ അടുത്ത ദിവസം തന്നെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നുണ്ട്. ആ ജോലിക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യും. അതുപോലെ എൻ്റെ പിള്ളേരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകാനുള്ള ഉദ്ദേശമില്ല. അല്ലാതെ ബാലചന്ദ്രനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം മോളെ നീ എന്തെങ്കിലും നീ മാക്സിമം നോക്കി കണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അമ്മയുടെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വൈജ അങ്ങോട്ട്. എന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ പറഞ്ഞെന്നുള്ള അതിന് നേരെ അലീൻ്റെ അടുത്ത് ചെല്ലും. അലീനെ രാത്രി പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നത്, അടുക്കളയിൽ നിന്ന് പാത്രമൊക്കെ കഴുകി ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ചോദിക്കുക, നീ എന്തായാലും രാവിലെ പറഞ്ഞൊരു ഉദ്ദേശം അതെന്താ, നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എങ്ങനെ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെല്ലാം പഴിച്ചു പറ്റിയ കാര്യം മേഡത്തിനറിയാം, അല്ല പെണ്ണുങ്ങളെല്ലാം വൃത്തികെട്ടതാണെന്ന് നീ ചോദിച്ചില്ലേ, അതെന്താണെന്ന്. അത് മേഡത്തിന് അറിയാമല്ലോ മേഡം എന്ന് ചോദിച്ചില്ലേ. മേഡത്തിന് അറിയാം, എനിക്കറിയാവുന്നു. മേഡത്തിന് അറിയാം, മേഡം ഒന്ന് സ്വയം ചിന്തിച്ചാൽ മാത്രം മതി എന്ന് അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് നമ്മുടെ വൈജ. ഉടനെ അപ്പോൾ തന്നെ എന്നിട്ട് അലീന അവിടെ നിന്ന് പോകുന്നുണ്ട്. ഉടനെ വൈജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ട് അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ സത്യാവസ്ഥ ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൂർവ്വകാല ചരിത്രം ആരോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഇവർക്ക് അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രൻ മേലെ നിന്ന് സ്റ്റെയർ കേസിൻ്റെ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. അത് അമ്മയും മോളും തമ്മിലുള്ള സംഭാഷണം നോക്കുന്നുണ്ട്. ഞെട്ടി വിറച്ച്, അതായത് ഒരു വെപ്രാളത്തിൻ്റെതായിട്ടുള്ള മുഖഭാവം കാണിക്കുന്നതായിട്ടുള്ള വൈജയനെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവൾക്ക് ഇതല്ല എൻ്റെ അപ്പുറം വേണം, ഇവളിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കണം, ഞാനും ടെൻഷൻ അടിച്ച് നോക്കാൻ എത്ര നാൾ നടന്നു, അപ്പോൾ ഇവളിങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ അങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ മേലെ കയറി പോകുന്നുണ്ട്. അപ്പം ഈ സമയത്ത് തന്നെ ഇങ്ങനെ ആലോചിച്ച് തല പുകച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വൈജ. ഇതാണ് ഇന്നത്തെ വരാനിരിക്കുന്നൊരു വിശേഷം ഞാൻ പങ്കുവെച്ചത്. ഈ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് കാണണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുവാണെന്ന് നിങ്ങൾക്ക് ഇതൊന്നും മിസ്സാകാതെ കാണാൻ പറ്റുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.